നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴി നടന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഫഹദ് ഫാസിലും ലാലും മികച്ച നടന്മാർ. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. MSF ഇടുക്കി ജില്ലാ നേതൃസംഗമവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിൽ കാർഡ്സിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഫെസ്റ്റ് ഏപ്രിൽ 21 മുതൽ 26 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മലയാറ്റൂർ യാത്രയ്ക്കിടയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ ഉടുമ്പന്നൂർ കളത്തിൽ ആന്റണിയുടെ സംസ്കാരം നടത്തി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി പള്ളികളിൽ പീഡാനുഭവ വായന, കുരിശിന്റെ വഴി, പരിഹാര പ്രദക്ഷിണം, കയ്പുനീർ കുടിക്കൽ തുടങ്ങിയവ നടന്നു. യേശുവിനെ കുരിശിലേറ്റുന്നതിന് തീരുമാനിച്ചതു മുതൽ കുരിശ് ചുമന്ന് ഗാഗുൽത്താമലയിൽ എത്തുന്നതും കുരിശിൽ കിടന്നതും മരിക്കുന്നതും ഉൾപ്പെടെയുള്ള ഓരോ സംഭവങ്ങളും അനാവരണം ചെയ്താണ് കുരിശിന്റെ വഴി നടന്നത്. യേശുക്രിസ്തു സഹിച്ച പീഡാനുഭവം അനുസ്മരിച്ച് വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തൊടുപുഴ ടൗൺ ഫൊറോന പള്ളിയിൽ നിന്നും മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഡിവൈൻ മേഴ്സി ഷ്രൈനിലേക്ക് കുരിശിന്റെ വഴി നടന്നു. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് മങ്ങാട്ടുകവലയിൽ നിന്നും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിലേക്ക് കുരിശിന്റെ വഴി നടന്നു. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. വികാരി ഫാദർ ജെയിംസ് വരാരപ്പള്ളിൽ നേതൃത്വം നൽകി. കോടിക്കുളം, കൊടുവേലി ഇടവകളിൽ നിന്നുള്ള കുരിശിന്റെ വഴി നെയ്യശ്ശേരിയിൽ ഒത്തുചേർന്നു. തുടർന്ന് മൂലമറ്റം സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജിൽസൺ ജോൺ നെടുമരുതിഞ്ചാലിൽ സന്ദേശം നൽകി. ാണല്ലോ രാവും പകലും അങ്ങ് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണിയ ലോകരക്ഷക, അനന്തമായ പീഡകൾ സഹിച്ചുകൊണ്ട് മനുഷ്യരുടെ സഹനങ്ങൾക്കും മരണത്തിനും കാരണമായ ഞങ്ങളുടെ പാപം ലഭിക്കുന്നു. അവയെയും അവയുടെ സാഹചര്യങ്ങളെയും ഞങ്ങൾ വെറുക്കുന്നു. ഇനിമേലിൽ ജീവിക്കുവാനും ഭാഗ്യമരണം പ്രാപിച്ച് നിത്യാനന്ദം അനുഭവിക്കുവാനുമുള്ള അനുഗ്രഹം. നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ
അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ കർത്താവെ അനുഗ്രഹിക്കണമേ. കോടിക്കുളം സെന്റ് ആൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. വികാരി ഫാദർ ഫ്രാൻസിസ് കാരുകുന്നേൽ നേതൃത്വം നൽകി. കൊടുവേലി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടത്തി. വികാരി ഫാദർ ജോസഫ് കൈമലയിൽ നേതൃത്വം നൽകി. സത്യമാകത്തിന്റെ കാന്തി ദേഹം തിരഞ്ഞിറങ്ങി പാകാരം ചിന്തയില്ലാത്തവർ ചിന്തയില്ലാത്തവർ നാദാപുരക്കേണമേ നിൻപീഡയത്തോട്ടു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. നിൻപീഡയത്തോട്ടു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. ചക്കിക്കാവ് വിമലഗിരി കാർമൽ മൗണ്ട് കുരിശുമലയിൽ കുരിശിന്റെ വഴി നടന്നു. വിമലഗിരി പള്ളി വികാരി ഫാദർ മൈക്കിൾ വടക്കേക്കര, പാലാ രൂപതയിലെ റവറൻ ഡോക്ടർ ജോസഫ് മുകളേപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. സ്നേഹത്തിനേറ്റ മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെ രക്തത്തിന്റെ വഴിയിൽ കൂടെ അറക്കുളം തുമ്പച്ചിമലയിലേക്ക് നടന്ന കുരിശിന്റെ വഴിക്ക് ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, കുരുവിള ജേക്കബ്, ലൂക്കോസ് കൊട്ടുകാപ്പിളിൽ, ജോയി കിഴക്കൽ, ബിജു, കെ ടി ജോസഫ്, ജിജുമോൻ, അഡ്വക്കേറ്റ് ജോണി മഞ്ഞക്കുന്നേൽ, ജോർജ് പുത്തൻകണ്ടം, ടോമി തുരുത്തിക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഫാദർ മാത്യു കുമ്പിളങ്കൽ സന്ദേശം നൽകി.
രക്ഷ നൽകാനെത്തിയ ദിവ്യമക്കൈകാലുകൾ. വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ കുരിശിന്റെ വഴി നടന്നു. വികാരി ഫാദർ ജോസ് കുന്നപ്പള്ളിൽ, മാനത്തൂർ പള്ളി വികാരി ഫാദർ തോമസ് പുല്ലാട്ട്, കൈക്കാരന്മാരായ ബെന്നി പുത്തേട്ട്, തൊമ്മച്ചൻ, കുട്ടിയച്ചൻ, സാൻഡീസ് എന്നിവർ നേതൃത്വം നൽകി. 900 കിലോയോളം ഭാരമുള്ള കുരിശുമേന്തി 2.5 കിലോമീറ്റർ ദൂരമാണ് കുരിശിന്റെ വഴി നടന്നത്. സാമ്യപ്പെടുത്തും കഥനപ്പേരും കടലേ ജലതല്ലി നിൽക്കുന്ന കണ്ണുനീരാൽ കഴുകേണമെന്നെ പതിയും വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. യേശുവിൻ്റെ പുനരുദ്ധാനത്തെ അനുസ്മരിച്ച് ഞായറാഴ്ച ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കും. തൊടുപുഴ സേവേഴ്സ് ഹോം ഡയറക്ടർ ഫാദർ മാത്യു ജെ കുന്നത്ത് ഈസ്റ്റർ സന്ദേശം നൽകി. എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയും എനിക്ക് കൂടുതൽ ശക്തി ലഭിച്ചിട്ടുള്ളത് യേശുവിൽ നിന്നാണ്. യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതം, പ്രവർത്തനങ്ങൾ, ഏറ്റവും കൂടുതലായിട്ട് അവിടുത്തെ ഉത്ഥാനം, അത് മനുഷ്യവംശത്തിന് മുഴുവനും ശക്തി പകരുന്നതാണ്. യേശുവിൻ്റെ ഉത്ഥാനം. നാമും ഒരിക്കൽ ഉദ്ധിതരാകും. ഈ പ്രത്യാശ നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഏതെല്ലാം തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അവയെ തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. യേശുവിൻ്റെ ഉത്ഥാനം വളരെ വലിയ ഒരു സത്യമാണ്. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, യേശു ഉത്ഥിതനായില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നത് മുഴുവനും പൊളിയാണ്, കള്ളമാണ് എന്ന്. യേശു ഉത്ഥിതനായില്ല എങ്കിൽ നാം വിശുദ്ധ ഗ്രന്ഥത്തെ വിശ്വസിക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ വിശ്വാസത്തിന് ശക്തി പകരുന്നതാണ്. വിശ്വാസത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്ന സംഭവമാണ് യേശുവിൻ്റെ ഉത്ഥാനം. അതോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുമ്പോൾ ഉത്ഥിതനായ യേശുവിൻ്റെ നേർക്ക് നമുക്ക് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി, വിശ്വാസത്തോടുകൂടി നോക്കുവാൻ സാധിച്ചാൽ എല്ലാറ്റിനും പ്രതിവിധിയാണ് എന്ന് ഞാൻ കരുതുന്നു. ഏവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ച് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴി നടന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഫഹദ് ഫാസിലും ലാലും മികച്ച നടന്മാർ. തീർത്ഥാടന കേന്ദ്രമായ മുതലക്കോടം ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഏപ്രിൽ 21 മുതൽ 24 വരെ ആഘോഷിക്കും. MSF ഇടുക്കി ജില്ലാ നേതൃസംഗമവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കലും നടന്നു. MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയിൽ കാർഡ്സിന്റെ നേതൃത്വത്തിൽ ഗ്രീൻ ഫെസ്റ്റ് ഏപ്രിൽ 21 മുതൽ 26 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മലയാറ്റൂർ യാത്രയ്ക്കിടയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ ഉടുമ്പന്നൂർ കളത്തിൽ ആന്റണിയുടെ സംസ്കാരം നടത്തി.
Motor Silks, Kottayam, Todupuzha, Thrissur. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuza.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ സന്ദർശിക്കുക www.bbcnewstodupuza.com.